ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ മൊബൈൽ ക്യാമറ എപ്പോഴാണ് ഓണാക്കേണ്ടത്? അതിൻ്റെ ആവശ്യം എന്താണ്? ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ആ പെൺകുട്ടിയെയാണ് വിമർശിക്കുന്നതെന്ന്. ഇപ്പോൾ ട്രെൻഡിങ് എന്നുള്ളത് പെൺകുട്ടിയെ വിമർശിക്കുന്നതിന് പകരം ആ ആത്മഹത്യ ചെയ്ത പയ്യനെ വിമർശിച്ചാൽ കുറേ കൂടി കൈഡിയും കിട്ടും, വ്യൂസും കിട്ടും, ലൈക്കും കിട്ടും, എല്ലാം കിട്ടും, വൈറലാവും. ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ അതിന് സമാനമായ ചില കാര്യങ്ങൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വായിക്കുകയുണ്ടായി. ചില വസ്തുക്കൾ പറയാതെ വയ്യ. നല്ല തിരക്കുള്ള ബസ്സിൽ എങ്ങനെയാണ് സെൽഫി വീഡിയോ എടുക്കുക? ഇങ്ങനെ പിടിച്ചാൽ പോരല്ലോ, ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ ഇങ്ങനെയല്ല പിടിക്കുന്നത്. ഇങ്ങനെ പിടിക്കണമെങ്കിൽ എത്ര സ്ഥലം സ്പേസ് വേണം? അതവിടെ വെക്കട്ടെ. പല പല ആരോപണങ്ങളുണ്ട്, നമ്മളതിലേക്കൊന്നും പോകുന്നില്ല. രണ്ട് കാര്യമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അവസാനത്തിലാണ് ആൺകുട്ടികളോടുള്ള ഒരു ഉപദേശം. ഞാനത് ആദ്യം പറയണം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ബോധപൂർവമല്ലാത്ത ഒരു ടച്ചിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ പല വിഷയത്തിലും ടച്ചിങ് ഒരു സ്പർശനം ഉണ്ടായാൽ അത് ഒരാൾ വീഡിയോ എടുത്താൽ എന്ത് നമ്മുടെ കയ്യിലില്ലേ ഈ മൊബൈലും ഫോണും ക്യാമറയൊക്കെ, അപ്പോഴല്ലെങ്കിൽ ഈ വീഡിയോ എടുത്തതിന് ശേഷം നമ്മളറിയില്ല ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ആ വീഡിയോ എടുത്തതിന് ശേഷം നമുക്ക് വ്യക്തമായി പറയാലോ ഇത് വ്യാജ വീഡിയോ ആണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അധിക്ഷേപിക്കാമല്ലോ, ഇങ്ങോട്ട് അധിക്ഷേപിക്കാതെ തിരിച്ചു ആവാമല്ലോ. അങ്ങനെ അതല്ലെങ്കിൽ അതിന് പോയില്ലെങ്കിൽ നിവർന്ന് നിൽക്കുക. ഞാൻ ആരൊക്കെ എന്തൊക്കെ പറയും എനിക്ക് എന്നെ അറിയാം എന്ന രീതിയിൽ നിൽക്കുക, തൊട്ടാവാടിയാവാതിരിക്കുക. ഇനി പെൺകുട്ടികൾ, ഇത് ഈ സംഭവം കൊണ്ടൊക്കെ ആക്ച്വൽ പീഡനങ്ങൾ ബസ്സിൽ നടക്കുന്ന നിൽക്കുമോ? അത് ചില ആൾക്കാരുടെ ഒരിക്കലും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ചില ചോദനകളുടെ ഭാഗമായിട്ടുണ്ടാകും. അവരൊരിക്കൽ ഇത്തരം പ്രവൃത്തി ചെയ്ത് അടി കൊണ്ടാൽ വീണ്ടും അത് ചെയ്യും. ഇതുകൊണ്ടൊന്നും ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടൊന്നും ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല. അതിന് ഏറ്റവും അനുയോജ്യമായ രീതി അല്ലെങ്കിൽ മാർഗം എന്ന ഈ കുട്ടി പറയുന്നുണ്ട് ഫേസ്ബുക്കിൽ, ലേഡി പറയുന്നുണ്ട്. മൊട്ട് സൂചി, അല്ലെ സേഫ്റ്റി പിന്ന്, പെപ്പർ സ്പ്രേ, മുളക് പൊടി, ഇതൊക്കെ ഇത്തിരി ഒരുക്കം വേണ്ടതാണ്, മുന്നൊരുക്കവും ഒക്കെ വേണം. ഇതൊക്കെ കൊണ്ട് നടക്കണം, കൈ പിടിക്കണം. അതിന് ഏറ്റവും എളുപ്പം എന്താ? നമ്മുടെ വായിലുന്നാവ് ഇങ്ങനെ അടുത്ത് വരുന്നതിനോട് പറയുക ചെവിയിൽ, പബ്ലിക്കാക്കണ്ട. മര്യാദയ്ക്ക് മാറി എന്നില്ലെങ്കിൽ എന്തൊക്കെ വിശേഷം ചേർത്ത് പറഞ്ഞോളൂ, പ്രശ്നം ഔട്ടോ എന്ന് പറയാം. അതല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ചേട്ടന്മാരുടെ അമ്മമാരുടെ ആ നീല ഷർട്ടുകാരെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, അയാളുടെ വിക്രിയകൾ അതിരുവിട്ട ഇവിടെ പലതും സംഭവിക്കും എന്ന് പറയാം. അതല്ലെങ്കിൽ കാലുമ ചവിട്ടാം, ചെരുപ്പിട്ട്, ഹൈ ഹീൽ ചെരുപ്പൊക്കെ നല്ല ഉപകാരപ്രദമാണ്. ഇതൊരു കോമഡി പറയാനുള്ള വിഷയമല്ല. ഇത്തരത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉള്ളപ്പോൾ പിന്നെ പലരും പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ അതിൻ്റെ രാഷ്ട്രീയ അടക്കം പറയുന്നുണ്ട്. അതൊക്കെ ഇവിടെ അത്ര പ്രസക്തമല്ല. മുമ്പുണ്ടായിരുന്ന ഫോളോവേഴ്സും ഇതിന് ശേഷം ഉണ്ടായ ഫോളോവേഴ്സും. പിന്നെ ഇതിനു മുമ്പ് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു വ്യക്തിയുടെ, ഒരു പ്രായം ചെന്നൊരു വ്യക്തിയുടെ ഇങ്ങനെ ഫോട്ടോ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിയാണോ? അത് ഇവർക്കൊരു പ്രചോദനമായോ? ഇങ്ങനെയായ തിരക്കില്ല എന്നൊക്കെ പിന്നെ പറയാതിരിക്കാൻ വയ്യ. പല സമയത്തും അല്ലെങ്കിൽ തുടക്കത്തിലൊന്നും ഈ വ്യക്തിയും ഇവരും തിരക്കില്ലാത്ത ബസ്സിൻ്റെ നടുവുണ്ടല്ലോ, ആൾക്കാർ ഇരിക്കുന്ന സീറ്റിൻ്റെ നടുഭാഗത്ത് രണ്ട് സൈഡിലായി പലരും ആ വീഡിയോ നോക്കിയിട്ട് പറയുന്നുണ്ട് ആരടുത്താണ് മിസ്റ്റേക്ക് എന്നൊക്കെ. നമ്മളത്ര എക്സ്പെർട്ടല്ല. എന്തായാലും സംഭവിച്ചു. ഇനി അതിനെപ്പറ്റി ഈ രണ്ടു പേർക്ക് എതിരെ സൈബർ ആക്രമണം നടത്താം. അതിനെ തുടർന്ന് പല ആൾക്കാരും സൈബർ ആക്രമണം കാരണം ജയിലിൽ പോയിട്ടുണ്ട്, കേസ് ഉണ്ടായിട്ടുണ്ട്. നമുക്കത് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കാം. എന്തായാലും ഇത്തരം കേസുകൾ വരുമ്പോൾ ഇതൊരു നിത്യസംഭവമാണ്. എന്ന് ബസ് യാത്രയും തിരക്കുകൊണ്ടാണ് ഒക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കല്ല, അത് നടക്കുന്ന കാര്യത്തിനെ ഡീൽ ചെയ്യാൻ ഇതല്ലാതെ മറ്റ് മാർഗങ്ങൾ പണ്ടുണ്ടായിരുന്നു. അത് ഇന്നും പ്രസക്തമാണ്. ഇന്ന് ഒരു പെൺകുട്ടിയെ ഒരുത്തന്നെ ആക്രമിക്കുമ്പോൾ അത് കണ്ട് രസിക്കുന്നൊരു കുറവാണ്. മുമ്പൊക്കെ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ അതിലിടപെടാൻ ആണുങ്ങളുണ്ടാവും. പുരുഷന്മാർ തന്നെ ഇത്തരം ഒരാളെ നിയന്ത്രിക്കാനും വണ്ടി ഒന്ന് കൈകാര്യം ചെയ്യാനും മുന്നോട്ട് വരും. പിന്നെ നമ്മുടെ ബസ് പറഞ്ഞാൽ ഒരു സ്ഥാപനമാണ്, അതിലൊരു കണ്ടക്ടറുണ്ട്. കണ്ടക്ടർക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ പറയാം. മര്യാദ കെട്ട് പെരുമാറിയാൽ ഞങ്ങളാരും കൂടെ നിൽക്കില്ല. അത് വേണമെങ്കിൽ വല്ല ഡ്രൈവറുടെ കൺട്രോളിലുള്ള വല്ല സ്പീക്കർ സിസ്റ്റത്തിൽ കൂടി, പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് പറയാം. വളരെ മാന്യമായിട്ട് യാത്ര ചെയ്യുക. അത് ഓരോ സ്ത്രീയുടെയും പുരുഷൻ്റെയും അവകാശമാണ്. അതിനെ ആരെങ്കിലും എതിർത്താൽ അത് വലിയ തക്ക ശിക്ഷ കിട്ടും. ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല, നമ്മളതിന് കൂട്ടു നിൽക്കില്ല എന്നൊക്കെയുള്ള രീതിയിൽ മുന്നറിയിപ്പുകൾ എഴുതി വയ്ക്കുകയോ ഇടയ്ക്കിടയ്ക്ക് പറയുകയോ ചെയ്താൽ ഇത്തരമല്ല, ഇതൊരു ഞരമ്പ് രോഗമായിട്ടുള്ള ആൾക്കാർ കുറേയൊക്കെ
മാറും. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്ഥിരമായിട്ട് ഒരു പെൺകുട്ടി പോകുന്ന ബസ്സിൽ അതിൻ്റെ മുന്നെയോ എവിടുന്നോ കയറിയ ഒരാൾ ഇത് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുക്കേണ്ടി വരും. അയാൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും താല്പര്യമില്ലായ്മ, ഇവരൊക്കെ വിചാരം, പല പൊട്ടന്മാരും വിചാരം ഇത് ഈ ബസ്സിൽ ഇങ്ങനെ തോണ്ടുമ്പോൾ അത് ആസ്വദിക്കുന്നവരാണ് സ്ത്രീകൾ എന്നാണ്. അതും ഒരു വിചാരം ആയിരിക്കണം. അയാളുടെ സ്വന്തം ആസ്വാദനം മാത്രമല്ല മറ്റാളും ആസ്വദിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അപ്പോൾ ഇത് ആവർത്തിച്ച് വരുമ്പോൾ അവസാന കൈയാണ് വീഡിയോ എടുക്കുക വേണ്ടി വരും. അത് എവിടെ കാണിക്കണം? ബന്ധപ്പെട്ട ആർക്കാണ് പരാതി കൊടുക്കുന്നത് അവിടെ കാണിക്കും, അല്ല വീട്ടിൽ കാണിച്ച് അഭിപ്രായം ചോദിച്ചിട്ട് കാണിക്കുക. അതല്ലാതെ വേറെ വല്ല നേരെ ഈ മീഡിയയിലേക്ക്, സോഷ്യൽ മീഡിയയിലേക്ക് വിടുന്നത് ചെയ്ത ആളെ ഇനി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ആരെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒഴിവാക്കുക. അതുപോലെ ആരെങ്കിലും നമ്മളെ ഇരയാക്കിയിട്ട് വീഡിയോ ചിത്രീകരിച്ചു നമ്മൾ ഉറക്കം തൂങ്ങി വീണതായിരിക്കും. അതിന് ആത്മഹത്യയല്ല മറുപടി, പരിഹാരം എന്നും തീരുമാനിക്കണം. ആണുങ്ങൾ, പുരുഷന്മാർ, ചെറുപ്പക്കാർ, ആൺകുട്ടികൾ, കോളേജ് വിദ്യാർത്ഥികൾ, ആരൊക്കെ വെച്ചാൽ പ്രായം ചെന്നവർക്കൊക്കെ ഇത് സംഭവിക്കാം. മുമ്പത്തെ വീഡിയോയിൽ ഒരു പ്രായം ചെന്ന ആളാണ് അവിടെ ദൃശ്യത്തെ കാണിച്ചത്. അത് മുഖമൊക്കെ ഒഴിവാക്കിയിട്ടാണ് എടുത്തിരുന്നത്. അതൊരു മര്യാദ. ഒരു വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ ആളുടെ മുഖം ഐഡൻറ്റിറ്റി വെളിപ്പെടാത്ത രീതിയിൽ വേണം ചെയ്യാം. അതൊക്കെ അതിൻ്റെ രീതികളാണ്. പക്ഷെ അതും ഈ ആദ്യം തന്നെ ഈ സോഷ്യൽ മീഡിയയിലേക്കുള്ളൊരു ഐറ്റമായിട്ട് അത് പ്രതികാരം തീർക്കാനോ വ്യൂസ് കൂട്ടാനോ ഏതാണെങ്കിലും തെറ്റ്. എന്തായാലും ഈ വ്യക്തിയുടെ മറ്റേ ചെറുപ്പക്കാരനെ കുറിച്ച് നമുക്ക് ഇയാളുടെ മുൻ അനുഭവങ്ങൾ നമുക്കറിയില്ല. ഇങ്ങനെ ഇതിനായിട്ട് നടക്കേണ്ട ആളാണെന്നും ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. അങ്ങനെ പറയാനും ആളുണ്ടാവും. അതിനൊക്കെ കൈയടി കിട്ടും എന്നുള്ളത് സത്യമാണ്.